ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്കിവിടെ സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നും ഞാനൊരു കുഞ്ഞു മോർണിംഗ് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അങ്ങനെ എന്നത്തെയും പോലെ തന്നെ ഇന്നും ചായയിലാണ് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്. വേഗം തന്നെ ചായ വെച്ച് മോളെ മദ്രസയിലേക്ക് വിട്ടു. പിന്നെ ഞങ്ങൾ എം ടി സ്റ്റൊമക്കിൽ വെള്ളം കുടിക്കൽ നിർബന്ധമാണ്. അപ്പോൾ അതെപ്പോഴും ചെയ്യാറുള്ളതാണ് കേട്ടോ. പിന്നെ പരിപ്പ് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ പത്തിരി ഉണ്ടാക്കാൻ വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിൽ ആവശ്യത്തിനുള്ള ഉപ്പും വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ അബൂസിൻ്റെ പത്തിരിപ്പൊടിയാണ് കേട്ടോ ഞങ്ങൾ എടുക്കാറ്. ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു ബ്രാൻഡിൻ്റെയാണ്. അങ്ങനെ പത്തിരി നന്നായി കുഴച്ച് വാട്ടിയെടുക്കണം. പത്തിരി ഉണ്ടാക്കാൻ ഇത്തിരി ടാസ്ക് ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു ടെക്നിക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് ഈസി ആയിരിക്കും കേട്ടോ. പിന്നെ നന്നായി കുഴച്ചങ്ങോട്ട് എടുക്കണം. പിന്നെ രാവിലെ തന്നെ ഈ ഒരു പണി കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിരിക്കും. ചില ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള ടാസ്കുകളൊക്കെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഈസി ആയിട്ട് തോന്നുന്ന മെത്തേഡിൽ നമുക്ക് എന്താണോ പറ്റുന്നത് അത് ചെയ്താൽ മതിയല്ലോ. എല്ലാ ദിവസവും ഒരുപോലെ അല്ലാതെ ചില ദിവസങ്ങളൊക്കെ ഡിഫറെൻ്റായി ചെയ്യാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ക്ലീനിങ് നടക്കുന്നുണ്ട്. ക്ലീനിങ് പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ ഒരുപാട് പൊടിയും കാര്യങ്ങളൊക്കെ ആവും. പിന്നെ കറിക്കുള്ള തേങ്ങയും വലിയ ജീരകവും വെച്ച് അരച്ചെടുത്തിട്ടുണ്ട്. ഞങ്ങൾ പാലക്കാട്ടുകാരുടെ സ്പെഷ്യലാണ് കേട്ടോ കാച്ചാറ്. അതുപോലെ അല്ലെങ്കിലും അതുപോലെ തോന്നിക്കുന്ന ഒരു ഉഡായിപ്പ് വേർഷൻ ഓഫ് കൈച്ചാർ എന്നൊക്കെ പറയാം. അതുപോലത്തെ കറിയാണ് കേട്ടോ ഇത്. വേവിച്ചെടുത്ത പരിപ്പിൽ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസും തേങ്ങയരപ്പും മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടിയിട്ട് ഒരൊറ്റ വിസിൽ മാത്രം വേവിച്ചെടുക്കുകയാണ്. പിന്നെ ഞാൻ പത്തിരി ഉണ്ടാക്കാൻ നിന്നിട്ടുണ്ട്. ഇങ്ങനെ പത്തിരി പ്രസ്സിൽ വെച്ചൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം ബാക്കി പരത്തിയെടുക്കലാണ് ചെയ്യാറ്. എനിക്ക് ഈ ഒരു പൈപ്പിൽ പരത്തിയെടുത്താൽ മാത്രമേ കറക്റ്റായിട്ട് സ്പീഡിൽ കിട്ടുള്ളൂ കേട്ടോ. കറക്റ്റ് റൗണ്ടൊന്നും അല്ലെങ്കിലും പെട്ടെന്ന് എളുപ്പത്തിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആ ഒരു പൈപ്പിൽ വേണം ചെയ്യാൻ. അപ്പോൾ പത്തിരി പരത്തി എന്തായാലും വൃത്തികേടാവും. അതൊക്കെ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ കുക്കറിൽ കറി വെച്ചെടുക്കുമ്പോൾ ഇതുപോലെ വിസിൽ വന്നതിന് ശേഷം ഇതുപോലെ ഒന്ന് തുറന്ന് വെച്ച് തിളപ്പിച്ചെടുക്കുന്നത് നല്ല ടേസ്റ്റ് ഉള്ളതായിട്ട് തോന്നാറുണ്ട്. പിന്നെ കടുക് പൊട്ടിക്കല. കടുക് പൊട്ടിച്ചെടുത്ത് കറി താളിച്ച് കറി റെഡിയായി കേട്ടോ. ഇനി 2 ബർണറിലായിട്ട് പത്തിരി സ്പീഡിൽ ചുട്ടെടുക്കല. അപ്പോൾ എൻ്റെ വീഡിയോ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ അങ്ങനെ പത്തിരിയൊക്കെ ഉണ്ടാക്കി ഇക്കാക്ക് കഴിക്കാൻ കൊടുത്തു. ഇക്ക പോയി. ഇനി മോള് മദ്രസ വിട്ട് വന്നിട്ടുണ്ട്. ഇനി മോൾക്ക് കഴിക്കാൻ കൊടുത്ത് മോളെ റെഡിയാക്കണം. സ്കൂളുള്ള ദിവസമാണ് ഇന്ന്. അതുകൊണ്ട് ഭയങ്കര തിരക്ക് പിടിച്ചിട്ടാണ് ഓരോന്ന് ചെയ്യുന്നത്. പിന്നെ ഇതാ മോൾക്ക് കഴിക്കാൻ എടുക്കുന്നുണ്ട്. മോളെ റെഡിയാക്കലാണ്ട് ഇടയിൽ. അങ്ങനെ മോളിതാ റെഡിയായി. ഓട്ടോ വരും. അപ്പോൾ ഓട്ടോ കയറ്റി വിടല. പിന്നെ അവൻ ഭയങ്കര സീനായിരിക്കും. താത്ത പോയി കഴിഞ്ഞാൽ പിന്നെ അവനിക്ക് കഴിക്കാൻ കൊടുക്കല. അവൻ്റെ നല്ല മൂഡ് അനുസരിച്ചിട്ട് നന്നായി കഴിച്ചോളും. അല്ലാന്നുണ്ടെങ്കിൽ കരഞ്ഞ് കഴിക്കില്ല കേട്ടോ. പിന്നെ അങ്ങനെ അവൻ കളിച്ച് അതിനിടയിൽ കഴിക്കലും നടന്നു പോകുന്നുണ്ട്. അങ്ങനെ മോന് കഴിക്കാനൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ കഴിക്കാനിരിക്കല. പത്തിരിയും നമ്മുടെ ഉഡായിപ്പ് കാച്ചാറും കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലാണ് കേട്ടോ. പിന്നെ ചായ ഞാൻ രാവിലെ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കഴിക്കുന്നതിൻ്റെ കൂടെ ചായ കുടിക്കാമെന്ന് വിചാരിച്ച് പിന്നെ അങ്ങനെ കഴിക്കല. പെട്ടെന്ന് തന്നെ കഴിച്ചതിന് ശേഷം മോനെ ഉറങ്ങി എണീക്കുന്നതിന് മുമ്പ് ബാക്കിയുള്ള പണികളൊക്കെ തീർക്കണം. അങ്ങനെ അടുക്കളയ്ക്ക് പോകുമ്പോൾ പാത്രങ്ങളൊക്കെ കഴുകാനായി ഈ ഒരു അവസ്ഥയിലെത്തിയിട്ടുണ്ടാവും. പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കുന്നതിന് മുമ്പായിട്ട് ചോറ് വെക്കാനുള്ള അരി കഴുകിയിടാമെന്ന് വിചാരിച്ചു. പിന്നെ അങ്ങനെ അരിയൊക്കെ കഴുകിയിട്ടതിന് ശേഷം പിന്നെ മെയിനായിട്ടുള്ള ജോലിയിലേക്ക് തിരിഞ്ഞു. പെട്ടെന്ന് തന്നെ പാത്രങ്ങളൊക്കെ തേച്ചെടുത്ത് വേഗം തന്നെ കഴുകുന്നുണ്ട്. ഇത് ഫുള്ളായിട്ട് കാണിച്ചാൽ ഒരുപാട് വീഡിയോ ലെങ്ത് ആവും. വീഡിയോ ഒരുപാട് ലോങ് ആക്കി നിങ്ങളെ ബോറടിപ്പിക്കണ്ടെന്ന് കരുതിയതുകൊണ്ട് ഷോർട്ടാക്കി കാണിക്കുന്നത് കേട്ടോ. പിന്നെ പെട്ടെന്ന് തന്നെ പാത്രങ്ങളൊക്കെ തേച്ച് കഴുകിയെടുത്തു. പിന്നെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചാൽ ഭയങ്കര ആശ്വാസമായിരിക്കും. പെട്ടെന്ന് കാണുമ്പോൾ തന്നെ മൈൻഡ് കൂളായിട്ട് തോന്നും. അത് പെട്ടെന്ന് ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ റൈസ് കുക്കറിലാണ് ചോറ് വെക്കാറ്. അപ്പോൾ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര സമാധാനമായിരിക്കും കിച്ചൺ. ഇങ്ങനെ കിച്ചൺ നീറ്റായിട്ടിരിക്കുന്നതാണ് കേട്ടോ എനിക്കിഷ്ടം. അതിനിടയിൽ ഞാൻ അലക്കലും കുളിയും ഫ്രഷ് ആവലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. മോൻ എണീക്കുന്നതിന് മുമ്പ് തന്നെ ഇതെല്ലാം ചെയ്യലുണ്ട് കേട്ടോ. കുഞ്ഞു മോനാണെന്ന് കരുതി ഒന്നും ചെയ്യാതെ മടി പിടിച്ചിരിക്കലൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും അതത് കറക്റ്റ് നേരത്ത് ഞാൻ ചെയ്ത് വെക്കാറുണ്ട്.
എല്ലാം നമ്മൾ ചിട്ടയോടെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എല്ലാം തീർക്കാൻ പറ്റും. മടി പിടിച്ചിരുന്നാലാണ് ഒന്നും ചെയ്യാൻ കഴിയാത്തതുപോലെ തോന്നുന്നത്. വെറുതെ ഇരുന്ന് സമയം കളയാൻ എനിക്കിഷ്ടമല്ല കേട്ടോ. പിന്നെ ഈ ഒരു മതിലിനപ്പുറം വിശാലമായി നിരന്ന് കിടക്കുന്ന വയലാണ് കേട്ടോ. എൻ്റെ വീട്ടിലേക്ക് ആര് വന്നാലും ഈ ഒരു ഭാഗത്തിന് പറയാതെ പോയിട്ടില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഭാഗമാണ് കേട്ടോ ഇത്. പിന്നെ അങ്ങനെ ഉച്ചയ്ക്കുള്ള ലഞ്ചിനുള്ള പ്രിപ്പറേഷനൊക്കെയാണ്. കറി ഉണ്ടായിരുന്നു. കറി രാവിലെ വെച്ചതുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ മുട്ട പൊരിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ക്യാബേജ് ഉപ്പേരി വെച്ചിട്ടുണ്ട്. അപ്പോൾ മുട്ട പൊരിച്ച് ക്യാബേജ് ഉപ്പേരിയും കൂടി ഊണ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു ചട്ടി, ഈ ഒരു താളിക്കുന്ന ഈ ഒരു സംഭവം നല്ല അടിപൊളി യൂസ്ഫുള്ളാണ് കേട്ടോ. താളിക്കാനും മുട്ട പൊരിക്കാനും ചെറുതായിട്ടൊക്കെ ഓരോന്ന് പൊരിക്കാനും വറുക്കാനൊക്കെ ഉപയോഗിക്കാൻ നല്ല സൂപ്പറാണ്. പിന്നെ ഞാനങ്ങനെ കുറച്ച് ചോറും കറിയും ഉപ്പേരിയും മുട്ട പൊരിച്ചതൊക്കെ ആയിട്ട് ഊണ് കഴിക്കലാ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.